വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അല്പസമയം ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്, നമ്മുടെ ക്രിസ്തീയ മതവിഭാഗങ്ങളായ യാക്കോബായ, കത്തോലിക്ക മുതലായ സഭാവിഭാഗങ്ങളിൽ അല്ലെങ്കിൽ മതവിഭാഗങ്ങളിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിനെ ശവസംസ്കാരം നടത്തി കഴിഞ്ഞാൽ ആ ശവസംസ്കാരം നടത്തുന്ന സമയത്ത് ചില കർമ്മങ്ങളെല്ലാം ചെയ്താണ് ആ ശവസംസ്കാരം നടത്തുന്നത്. മതത്തിൻ്റെ ഒരു പുരോഹിതൻ വന്ന് മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ശവശരീരത്തിന് ചുറ്റും നടന്ന് ചില കർമ്മങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെ ആ മരണവീട്ടിൽ നടക്കേണ്ടതായ കർമ്മങ്ങളൊക്കെ പുരോഹിതൻ ചെയ്തിട്ട് ആ ശവം പള്ളിയിൽ കൊണ്ടുപോയി വെച്ച്, പിന്നെ പള്ളിയിൽ വെച്ച് കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആ പള്ളിയിൽ വെച്ച് ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്ത് പിന്നെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി അവിടെ ശവം സംസ്കരിക്കുന്നു, ശവസംസ്കാരം നടക്കുന്നു. അപ്പം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതത്തിൻ്റെ പുരോഹിതൻ വന്ന് മരിച്ച മനുഷ്യന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം യോഗ്യരാക്കി തീർക്കുക എന്നുള്ളതും, അഥവാ മോക്ഷം പ്രാപിക്കുക എന്നുള്ളതും ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതുമാണ്. ആ മരിച്ച മനുഷ്യൻ്റെ ആത്മാവിന് ശുദ്ധീകരണം പ്രാപിക്കുകയും സ്വർഗത്തിലെത്തുകയും ദൈവസന്നിധിയോട് ചേർക്കപ്പെടുകയും ചെയ്യണം എന്നുള്ള വിശ്വാസത്തോടെ അല്ലെങ്കിൽ ലക്ഷ്യത്തോടെയാണ് ഈ മരിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം പുരോഹിതൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേദോത്സവം വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഈ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പുരോഹിതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ചും അവർ ആവർത്തിച്ച് ചെയ്യപ്പെടുന്ന ശുശ്രൂഷകളുടെ നിരർത്ഥകമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് 10-ാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അവിടെ ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുവാനായിട്ട്, അവൻ്റെ പാപം പോക്കി ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവ ന്യായപ്രമാണ കാലത്ത് യാഗങ്ങൾ നിയമിച്ചിരുന്നു. ആ യാഗങ്ങളിലൂടെ അവന് ശുദ്ധീകരിക്കപ്പെടാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ആ യാഗങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ ആവർത്തിച്ച് യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആ യാഗങ്ങൾ കൊണ്ട് അവന് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ച്, ആ യേശു ക്രിസ്തു എന്ന ആ വ്യക്തി നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി യേശു ക്രിസ്തു ഏകയാഗമായി തീർന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗം കൊണ്ട് ന്യായപ്രമാണ കാലത്ത് പുരോഹിതന്മാർ കഴിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ നിരന്തരം അർപ്പിച്ചുകൊണ്ടിരുന്ന ആ യാഗങ്ങളെ ദൈവം നിർത്തിക്കളഞ്ഞു എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതി തന്നെയാണ് ഇന്ന് ഈ യാക്കോബായ, കത്തോലിക്ക മതവിഭാഗങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളുടെയും മാനദണ്ഡം ഇത് തന്നെയാണ്. അതായത് ഒരു മരിച്ച മനുഷ്യൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനായിട്ട് ഇവർ മരിക്കുന്ന ദിവസം വീട്ടിൽ വെച്ച് കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുപോയി കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെമിത്തേരിയിൽ കൊണ്ടുപോയി കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത് അവരുടെ വിശ്വാസമാണെങ്കിൽ, പിന്നീട് 7-ാം ദിവസമോ 14-ാം ദിവസമോ അല്ലെങ്കിൽ 40-ാം ദിവസമോ വീണ്ടും അങ്ങനെ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി
മരിച്ച അന്ന് മുതൽ 40 ദിവസം വരേക്കും മനുഷ്യന്റെ ആത്മാവ് ലോകത്തോടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നു. മരിച്ച വീട്ടില് ആത്മാവ് തങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു അന്ധവിശ്വാസം പലർക്കും ഉണ്ട്. അപ്പം അതിന്റെ വെളിച്ചത്തിൽ ഈ 40 ദിവസത്തേക്ക് ശുശ്രൂഷകളൊക്കെ ചെയ്യണം എന്നുള്ള വിശ്വാസമാണ് അതിന്റെ പിന്നിലുള്ളതെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ ആ ശുശ്രൂഷ നിർത്തണം. എന്നാൽ നമ്മൾ കണ്ടുവരുന്ന രീതി അങ്ങനെയല്ല. ഒരു മനുഷ്യൻ മരിച്ചത് ജൂൺ മാസം 10-ാം തീയതിയാണ് എന്ന് ധരിക്കുക. അപ്പോൾ ജൂൺ മാസം 10-ാം തീയതി മരിച്ച മനുഷ്യന് വേണ്ടിയിട്ട്, അവൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് മതത്തിൻ്റെ പുരോഹിതൻ വന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്ത് വേണം അവനെ ശവസംസ്കാരം നടത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ വർഷം ജൂൺ 10-ാം തീയതി വരുമ്പോൾ വീണ്ടും അവന് വേണ്ടിയിട്ട് കുർബാന ചൊല്ലിക്കുക, അവൻ്റെ സെമിത്തേരിയിൽ പോയി അവൻ്റെ തലയ്ക്ക് തിരികെത്തിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യങ്ങൾ വീണ്ടും ജൂൺ 10-ാം തീയതി ആവർത്തിച്ച് ചെയ്യപ്പെടുകയാണ്. അതിനിടയ്ക്ക് പലപ്പോഴും കുർബാന ചൊല്ലിക്കുന്നു, അവന് വേണ്ടിയിട്ട് വഴിപാട് അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ജൂൺ 10-ാം തീയതി ഇതേ കർമ്മം ചെയ്ത് ആ വ്യക്തിയെ ശവസംസ്കാരം നടത്തി അഥവാ കുഴിച്ചിട്ടു. പിന്നെ രണ്ടാമത്തെ വർഷം അതേ ജൂൺ 10-ാം തീയതി വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നു, കുർബാന ചൊല്ലിക്കുന്നു, തിരികെ എത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ വർഷം ജൂൺ 10-ാം തീയതി വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ കുർബാന ചൊല്ലിക്കുന്നു, തിരികെ എത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ പുരോഹിതൻ വന്ന് സെമിത്തേരിക്ക് ചുറ്റും ധൂപക്കുറ്റിയൊക്കെ വീശി പ്രാർത്ഥനയൊക്കെ നടത്തുന്നു. അപ്പം ഇങ്ങനെ ഓരോ വർഷം ജൂൺ 10-ാം തീയതി വരുമ്പോഴും ഈ കർമ്മങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആ വീട്ടിലുള്ളവർ, ജീവിച്ചിരിക്കുന്നവർ, മരിച്ചവർക്ക് വേണ്ടി ആ കർമ്മങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ മരിച്ച അന്ന് ജൂൺ 10-ാം തീയതി ചെയ്ത കർമ്മങ്ങളൊന്നും പ്രയോജനപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ വർഷം ജൂൺ 10-ാം തീയതി വന്നപ്പോൾ വീണ്ടും ആ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി, ആ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയും കുർബാന ചൊല്ലിക്കുകയും തിരികെ എത്തിക്കുകയും കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു. രണ്ടാം വർഷം ജൂൺ 10-ാം തീയതിയും ചെയ്തിട്ട് അവർ ശുദ്ധീകരിക്കപ്പെട്ടില്ല എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് മൂന്നാം വർഷം ജൂൺ 10-ാം തീയതി വരുമ്പോൾ അത് വീണ്ടും അവർ ആവർത്തിക്കുന്നത്. അങ്ങനെ വർഷാവർഷം മരണ ദിവസം വരുമ്പോൾ മരിച്ചവരെ ഓർമ്മിക്കുവാൻ, അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പള്ളിയിലേക്ക് പണം കൊടുത്ത് ചില കർമ്മങ്ങൾ ചെയ്യുവാൻ, കുർബാന ചൊല്ലിക്കുവാൻ എല്ലാം തയ്യാറാവുന്നതിൻ്റെ പിന്നിലുള്ള ഇവരുടെ വിശ്വാസം ഈ വ്യക്തിയുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും, ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും, സ്വർഗത്തിലെത്തപ്പെടും എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസം തെറ്റാണെന്ന് പൊളിയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരിക്കൽ ഇവര് ഈ ശുശ്രൂഷ ചെയ്താൽ അത് ശുദ്ധീകരിക്കപ്പെടുമായിരുന്നെങ്കിൽ മതത്തിന്റെ പുരോഹിതൻ വന്ന് മരണദിവസം ശവത്തിനു വേണ്ടി ചെയ്ത് ശുശ്രൂഷകൾ ചെയ്ത് ആ ശവത്തിന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അവന് ദൈവസന്നിധിയോട് ചേർക്കുവാനുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്തു എങ്കിൽ പിന്നീട് എന്തിനാണ് തുടർന്ന് ആ മരണദിവസം വരുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആണ്ടുതോറും ഒരേ യാഗം മുടങ്ങാതെ ആവർത്തിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ എങ്ങനെയാണ് സമ്പൂർണരായി തീരുന്നത്? സമ്പൂർണരായി തീരുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു യാഗം കൂടെ കൂടെ അർപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവല്ലോ. അപ്പൊ ഇതേ മാനദണ്ഡത്തിൽ ഞാൻ ചോദിക്കുന്നതാണ്, ഒരു മരിച്ച മനുഷ്യന് വേണ്ടിയിട്ട് മതപുരോഹിതൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും സ്വർഗത്തിലെത്തുകയും ചെയ്യുമെങ്കിൽ എന്തിനാണ് ആ മനുഷ്യന് വേണ്ടിയിട്ട് രണ്ടാമതൊരു കർമ്മം ചെയ്യണത്? അപ്പൊ രണ്ടാമത് ചെയ്യുന്ന കർമ്മം ഒന്നാമത്തെ കർമ്മം കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ ആണ്ടിൽ ആ കർമ്മം ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ആണ്ടിൽ കർമ്മം ചെയ്തിട്ടും ശരിയായില്ല എന്നുള്ളത് കൊണ്ടാണ് മൂന്നാമത്തെ വർഷവും അതേ ഡേറ്റിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യാക്കോബായ, കത്തോലിക്ക മുതലായ ഇങ്ങനെയുള്ള ക്രിസ്തു മതത്തിൽപ്പെട്ട മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, അവന്റെ ശവം സംസ്കാരം നടത്തി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ എത്തിയോ
അല്ലെങ്കിൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുവോ എന്നുള്ള ഒരു ഉറപ്പും വിശ്വാസവും ഈ യാക്കോബായ കത്തോലിക്ക മതവിഭാഗത്തിലുള്ളവർക്ക് ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഒരാവർത്തിയോടും പറയാം, ഈ മരിച്ച മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ടോ, അവന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടോ, അവൻ സ്വർഗത്തിലേക്ക് ചെന്ന് ചേർന്നോ എന്നുള്ള ഒരു നിശ്ചയവും ഉറപ്പും ഇവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കർമ്മം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ഒരു കർമ്മം ചെയ്താൽ അവൻ ശുദ്ധീകരിക്കപ്പെടുകയും അവൻ സ്വർഗത്തിലെത്തുകയും ചെയ്യും. എന്നാൽ പിന്നെ എന്തിനാണ് രണ്ടാമത് അതേ കർമ്മം ആവർത്തിക്കുകയും ശുദ്ധീകരണത്തിന് വേണ്ടി വീണ്ടും വഴിപാടുകളും കുർബാനകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനാണ്? അപ്പം അതിൻ്റെ അർത്ഥം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മക്കളായിട്ട്, അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വർഷാവർഷം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ചവരുടെ തലയ്ക്കൽ തിരി കത്തിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുന്നു. ഇങ്ങനെ ആണ്ടിൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ച മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിലെത്തി എന്നുള്ള വിശ്വാസം ഇവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർ ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസം ഇവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിശ്വാസം ഇവർക്ക് വരാത്തതിൻ്റെ കാരണം, നമുക്ക് എഴുതി തന്നിരിക്കുന്ന വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യം എന്താണെന്ന് ഇവർ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പെന്തക്കോസുകാരെ കളിയാക്കുന്ന ഈ കത്തോലിക്കരും അതുപോലെ യാക്കോബക്കാർ അങ്ങനെ മുതലായ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ പെന്തക്കോസുകാരെ ശവസംസ്കാരം നടത്തുന്നത്, പെന്തക്കോസുകാരെ ഒരിക്കൽ ഒരു ശവക്കോട്ടയിൽ കൊണ്ടുവന്ന് ഒരു പണിയാത്ത അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഒരു ശവക്കോട്ടയെ കൊണ്ടുവന്ന് ശവം അടക്കി വെച്ച് അവരിങ്ങ് പോരത്തേ ഉള്ളൂ, പിന്നെ അവരൊരിക്കലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പെന്തക്കോസുകാരെ കളിയാക്കുന്നവരാണ് ഇവര്. കാരണം ഈ യാക്കോബാക്കാരുടെയും കത്തോലിക്കരുടെയും എല്ലാം ശവക്കോട്ടകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട്, കാടൊന്നും പിടിക്കാതെ, നല്ല പുല്ലൊന്നും കയറാതെ നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ശവക്കോട്ടയിലേക്ക് മരിച്ചു കിടക്കുന്നവരുടെ അടുക്കിലേക്ക് കൂടെ ചെന്ന് ആ മരിച്ചവർക്ക് വേണ്ടി കൂടെ യാഗങ്ങൾ അല്ലെങ്കിൽ കുർബാന ചൊല്ലിച്ച് തിരികെ എത്തിച്ച കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ ശവക്കോട്ട എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിയിട്ടേക്കുന്നത്. എന്നാൽ പെന്തക്കോസ്തുകാരെ ശവക്കോട്ടയിലേക്ക് ശവം അടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ശവവുമായിട്ട് ബന്ധപ്പെട്ടവരാരും, ആ വീട്ടിലുള്ള ആ ശവവുമായിട്ട് ബന്ധപ്പെട്ടവരാരും പിന്നീട് ആ ശവക്കോട്ടയിലേക്ക് പോകത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മരിച്ച മനുഷ്യനോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആ മരിച്ച മനുഷ്യൻ മരിച്ചത് നന്നായി, എങ്ങനെയെങ്കിലും ഒഴിവായാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയിൽ അങ്ങനെ സന്തോഷിക്കുന്നത് കൊണ്ടോ അല്ല അങ്ങോട്ട് പോകാതിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേദപുസ്തകത്തിൻ്റെ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് മരിച്ചവരുടെ അടുക്കിലേക്ക് പിന്നീട് പോകാതിരിക്കുന്നത്, അല്ലെങ്കിൽ ശവമടക്കിയ ശവക്കോട്ടയിലേക്ക് പിന്നീട് പോകാതിരിക്കുന്നതിൻ്റെ കാരണം ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അത് ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏത് പുരോഹിതനും നിന്നുകൊണ്ട് നിത്യവും ഒരേ യാഗം തന്നെ പിന്നെയും നടത്തുന്നു. ഈ യാഗങ്ങൾക്ക് പാപനിവാരണത്തിനുള്ള കഴിവില്ല. അപ്പോൾ ഒരു പുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷകൾ കൊണ്ട് മനുഷ്യർക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ മതത്തിൻ്റെ പുരോഹിതന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് പുരോഹിതന്മാർ ശവം അടക്കിയ ശവക്കോട്ടയിൽ ചെന്ന് വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തു ആകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ച ശേഷം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. അതിൻ്റെ 14-ാം വാക്യം: പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചവരെ ഏക ബലിയാൽ അവിടുന്ന് എന്നേക്കുമായി സമ്പൂർണരാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ 14-ാം വാക്യത്തിൽ പറയുന്നത്, പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചവരെ ഏക ബലിയാൽ അവിടുന്ന് എന്നേക്കുമായി സമ്പൂർണരാക്കി തീർത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പൊ പുരോഹിതന്മാരെ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന കൂടെ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഈ മരിച്ചവൻ ശുദ്ധീകരിക്കപ്പെട്ടു എന്നോ മരിച്ചവന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്നോ മരിച്ചവൻ സ്വർഗത്തിൽ പോയി എന്നോ അവർക്ക് ഒരു വിശ്വാസവുമില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ 100 കൊല്ലം കുർബാന ചൊല്ലിച്ചാലും ബാക്കി 99 കൊല്ലം ചെയ്യിച്ചതും ഗുണമായില്ല എന്നുള്ളത് കൊണ്ടാണ് 100ാമത്തെ കൊല്ലം ചെയ്യിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പോയെന്നോ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല. എന്നാൽ പെന്തക്കോസ്തുകാർ ശവം കൊണ്ടുവന്ന് സംസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരങ്ങോട്ട് പോകാത്തതിന്റെ കാരണം, അവർക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം, അവർക്ക് വേണ്ടി പിന്നെ കർമ്മങ്ങൾ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പാപം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മോചിക്കുകയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവർ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ച് അവൻ ശുദ്ധീകരണം പ്രാപിച്ചവനാണ്. അപ്പൊ അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച ഒരു പെന്തക്കോസ്തുകാരൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി, അങ്ങനെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ഒരു വിശ്വാസി അഥവാ പെന്തക്കോസ്തുകാരൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ട് പിന്നീട് ഒരു കർമ്മവും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ അവന്റെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരിച്ചിരിക്കുന്നത് ആ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി എന്നേക്കുമായിട്ട് അവനെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവന് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഏകയാഗം കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തി സമ്പൂർണനായിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അവനെ നീതീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആ യാഗം കൊണ്ട് എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും എന്നേക്കുമായി അവനെ സമ്പൂർണനാക്കിയിരിക്കുന്നത് കൊണ്ടും അവന്റെ മരണശേഷം അവൻ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള പൂർണ്ണ നിശ്ചയം പെന്തക്കോസ്തുകാർക്കുണ്ട്, അല്ലെങ്കിൽ വിശ്വാസികൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവനെ മരിച്ച് ഒരു സെമിത്തേരിയിൽ കൊണ്ടുവന്ന് അടക്കി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതിന്റെ കാരണം. അപ്പോൾ പെന്തക്കോസ്തുകാരൻ മരിച്ച് അല്ലെങ്കിൽ ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശുദ്ധീകരിക്കപ്പെട്ടതായതുകൊണ്ടും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു അവനെ സമ്പൂർണനാക്കിയിരിക്കുന്നത് കൊണ്ടും അവൻ മരിക്കുന്നത് എന്നാണോ അന്ന് അവൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ട് പിന്നീട് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരു കർമ്മവും ചെയ്യേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് പെന്തക്കോസ്തുകാര് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാത്തതും ശവക്കോട്ടയിൽ സെമിത്തേരിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തതും. കാരണം അവൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ദൈവസന്നിധിയോട് ചേർക്കപ്പെട്ടു. കാരണം അവന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടതും അവൻ സൽഗുണം പൂർണ്ണനുമാണ് എന്നുള്ളതാണ്, അവന് പൂർത്തീകരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു ചെയ്തതുകൊണ്ട് ആ ക്രിസ്തു ചെയ്ത പ്രവൃത്തിയിൽ അവൻ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ എന്നേക്കുമായി അവൻ സമ്പൂർണനാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവസന്നിധിയോട് ചേർക്കപ്പെട്ടു എന്നുള്ള പൂർണ്ണ നിശ്ചയം പെന്തക്കോസ്തുകാർക്ക് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഉറപ്പ് പെന്തക്കോസ്തുകാർക്ക് ഉള്ളത് കൊണ്ടാണ് പെന്തക്കോസ്തുകാർ സെമിത്തേരിയിലേക്ക് പോയി വീണ്ടും കർമ്മങ്ങൾ ചെയ്യാത്തത്. എന്നാൽ യാക്കോബായ കത്തോലിക്ക മുതലായ സഭാവിഭാഗത്തിലുള്ളവർക്ക് ഈ മരിച്ച മനുഷ്യന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടോ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടോ അവൻ രക്ഷിക്കപ്പെട്ടോ അവൻ സ്വർഗത്തിൽ പോയോ എന്നുള്ള യാതൊരു ഉറപ്പും വിശ്വാസവും ഇല്ലാത്തത് കൊണ്ടാണ് മരിച്ചവരുടെ അടുക്കലേക്ക് കൂടെ ചെല്ലുകയും മരിച്ചവർക്ക് വേണ്ടി കൂടെ കുർബാന കഴിക്കുകയും മരിച്ചവർക്ക് വേണ്ടി കൂടെ തിരി എത്തിക്കുകയും മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ആണ്ടുതോറും കഴിക്കുന്നതിന്റെ കാരണം ഈ മരിച്ച മനുഷ്യൻ സ്വർഗത്തിൽ പോയോ പോയില്ല എന്ന് യാതൊരു നിശ്ചയവും ഉറപ്പും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യാക്കോബായ കത്തോലിക്ക മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ വേദപുസ്തകത്തിൽ ദൈവം അരുളി ചെയ്ത വചനങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒരിക്കലൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരിക്കലൊരു വീട്ടിൽ, ഒരു മരണ വീട്ടിൽ ഒരു മതത്തിന്റെ പുരോഹിതൻ വന്നിട്ട് അദ്ദേഹം ആ ശവത്തിന്റെ ശുശ്രൂഷകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം നടത്തി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറെ നന്മകളൊക്കെ
ഇങ്ങനെ വർണ്ണിച്ചു. അദ്ദേഹം ചെയ്ത നന്മകളെ ഒക്കെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഈ പുരോഹിതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ മനുഷ്യൻ, ഈ സഹോദരൻ, എൻ്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, അവൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നാണ് ആ മതപുരോഹിതൻ ഈ പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞത്. അപ്പോൾ ആ മതപുരോഹിതൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇവൻ മരിച്ചപ്പോൾ തന്നെ ഇവൻ്റെ ആത്മാവ് എങ്ങോട്ട് പോയി? സ്വർഗത്തിലേക്ക് പോയി, ദൈവസന്നിധി ചേർക്കപ്പെട്ടു, ശരീരം മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ എന്നാണ് ഈ പുരോഹിതൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞ പുരോഹിതൻ പിന്നീട് ഈ ശവത്തിന് വേണ്ടി പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് കർമ്മം ചെയ്യുന്നു, ചൗക്കോട്ടയെ കൊണ്ടുവന്ന് വെച്ച് കർമ്മം ചെയ്യുന്നു, പോരാത്തതിന് ആണ്ടിൽ കർമ്മം ചെയ്യുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ പുരോഹിതൻ തന്നെ വന്ന് കർമ്മങ്ങൾ ചെയ്യുകയാണ്. അതെന്തൊരു വിശ്വാസമാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ പുരോഹിതൻ പറഞ്ഞത് ഈ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്, അവൻ്റെ ബോഡി മാത്രമേ ഇവിടെ ഉള്ളൂ, ആത്മാവ് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അപ്പം ദൈവസന്നിധി ചേർക്കപ്പെട്ട ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ട് പിന്നെ എന്തിനാണ് ഈ ആണ്ടുതോറും ഈ കാര്യങ്ങൾ ചെയ്യണേന്നുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ വിശ്വാസികൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടവരായ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഒരു ഉറപ്പുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചവരും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന്റെ യാഗം മുഖാന്തരം ഞങ്ങൾ സൽഗുണപൂർത്തി വന്നവരുമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എപ്പോൾ മരിച്ചാലും ആ നിമിഷം തന്നെ ഞങ്ങൾ കർത്താവിനോട് ചേർക്കപ്പെടുകയും ആ കർത്താവുമായിട്ട് ഞങ്ങൾ ഒന്നായി തീരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ശവം കൊണ്ടുവന്ന് ഒരു സെമിത്തേരിയിൽ അടക്കി കഴിഞ്ഞാൽ ആ ശവം കുറേ ദിവസം കഴിയുമ്പോൾ അങ്ങ് ദ്രവിച്ച് മണ്ണോട് മണ്ണായി തീരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും അതിൻ്റെ ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള വിശ്വാസവും ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ സെമിത്തേരിയിൽ പോയി വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാത്തതും കുർബാന ചൊല്ലിക്കാത്തതും. അപ്പൊ ഞങ്ങൾ മരിച്ച സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിക്കുന്നത് കൊണ്ടാണ് മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നവർ ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശവസംസ്കാരത്തിന് രണ്ട് വിശ്വാസങ്ങളാണുള്ളത്. ഒന്ന്, കൂടെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലേ സ്വർഗത്തിൽ പോകുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. എന്നാൽ യഥാർത്ഥമായ വിശ്വാസി അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കുന്ന നിമിഷം തന്നെ സ്വർഗത്തിലെത്തി എന്നുള്ള വിശ്വാസമാണ് അവനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, വേദോത്സവം പറയുന്ന സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അനേക കർമാചാരങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകും. അതുപോലെ തന്നെ നമ്മുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കാൻ കഴിയും. മാത്രമല്ല, നമ്മൾ മരണശേഷം എവിടെ ചെന്ന് ചേരും എന്നുള്ള ഒരു ഉറപ്പും ഒരു നിശ്ചയവും പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പം അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്ന സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരത്തേക്കും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.